നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ശുചിത്വ ബോധവൽക്കരണ പരിശീലനത്തിന്റെ പോസ്റ്റർ പ്രകാശനം പുത്തൂർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ പ്രകാശനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് മങ്കര അങ്കണവാടി പ്രവേശനോത്സവത്തിന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS എത്തി. പുത്തൂർ പഞ്ചായത്ത് തല അങ്കണവാടി പ്രവേശനോത്സവം പൊന്നൂക്കര മതിക്കുന്ന് അങ്കണവാടിയിൽ പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൂച്ചട്ടി അയ്യപ്പത്ത് കൊച്ചുകുട്ടൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരെ കോൺഗ്രസ് പ്രവർത്തകർ ആദരിച്ചു. വാർത്തകൾ വിശദമായി. എല്ലാ വിദ്യാർത്ഥികൾക്കും ശുചിത്വ പാഠം, ശുചിത്വ പോസ്റ്റർ പ്രകാശനം നടത്തി. പുതിയ അധ്യയന വർഷത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ശുചിത്വ ബോധവൽക്കരണ പരിശീലനം നൽകാൻ ഒരുങ്ങി ജില്ലാ ശുചിത്വ മിഷൻ. GVHSS പുത്തൂരിൽ നടന്ന പ്രവേശനോത്സവത്തിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പരിശീലനത്തിന്റെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ ശുചിത്വ പോസ്റ്റർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിന് നൽകി പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിയുമായി യോജിച്ചായിരിക്കും ക്ലാസുകൾ നൽകുക. ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും സംബന്ധിച്ച് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ പരിശീലനം നടക്കും. ഇതിന്റെ പ്രചരണത്തിനായി എല്ലാ സ്കൂളുകളിലേക്കും ശുചിത്വ പോസ്റ്റർ എത്തിച്ചു കഴിഞ്ഞു. സംസ്ഥാന തലത്തിൽ പരിശീലനം ലഭിച്ച അധ്യാപകരുടെയും ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽസിന്റെയും റിസോഴ്സ് പേഴ്സൺമാരുടെയും നേതൃത്വത്തിലായിരിക്കും കുട്ടികൾക്ക് ക്ലാസുകൾ നൽകുക. വിദ്യാലയങ്ങളിലെ പരിപാടികളിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക, പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം സ്റ്റീൽ കുപ്പികൾ ഉപയോഗിക്കുക, ജൈവ അജൈവ മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കുക തുടങ്ങിയ ശുചിത്വ പാഠങ്ങൾ വഴി മാലിന്യ സംസ്കരണത്തിന്റെയും ശുചിത്വ ബോധത്തിന്റെയും പരിശീലനം ഇതിലൂടെ വിദ്യാലയങ്ങളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. മധുരവുമായി കളക്ടർ എത്തി. കുഞ്ഞുണ്ണി കവിത നൽകി സ്വീകരിച്ച് കുരുന്നുകൾ. തെക്കുംകര പഞ്ചായത്തിലെ മങ്കര അങ്കണവാടി പ്രവേശനോത്സവ ഉദ്ഘാടനത്തിനും ജില്ലാ ഭരണകൂടത്തിന്റെ സ്വപ്ന പദ്ധതിയായ അങ്കണവാടികളിൽ വായനശാല ഒരുക്കുന്നതിന്റെ ഭാഗമായി പുസ്തകങ്ങൾ കൈമാറുന്നതിനുമായി എത്തിയ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് കുട്ടികളുടെ കൂട്ടുകാരനായി മാറിയത്. എല്ലാ കുട്ടികൾക്കും ചിത്രം വരയ്ക്കുന്നതിനുള്ള ക്രയോൺസും മധുരവുമായിട്ടായിരുന്നു അറിവിന്റെ ആദ്യ ബാലപാഠം നുകരാൻ എത്തിയ കുട്ടികൾക്ക് കുരുന്നുകൾ സമ്മാനം നൽകാനായി കളക്ടർ എത്തിയത്. കുട്ടികളെ ചേർത്ത് പിടിച്ച് സെൽഫി എടുത്ത് മടിയിലിരുത്തി അവർക്കൊപ്പം ചേർന്നു കളക്ടർ. അങ്കണവാടി അധ്യാപികയും ഹെൽപ്പറേയും കളക്ടർ പൊന്നാട അണിയിച്ചു. ജില്ലയിലെ അങ്കണവാടികളിൽ ലൈബ്രറി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പുസ്തകങ്ങൾ കളക്ടർ അധ്യാപിക KM സുഹറയ്ക്ക് കൈമാറി. ആദ്യഘട്ടത്തിൽ 150ഓളം പുസ്തകമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനാവശ്യമായ ഷെൽഫും ജില്ലാ ഭരണകൂടം നൽകും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഐശ്വര്യ ഉണ്ണി, വടക്കാഞ്ചേരി CDPO ബേബി K കേലത്ത്, പഞ്ചായത്ത് ICD സൂപ്പർവൈസർ MK ശോഭന, മുൻ പഞ്ചായത്ത് അംഗം രാജീവൻ തടത്തിൽ, വാർഡ് CDS ചെയർപേഴ്സൺ അജിതരാജൻ എന്നിവർ സംസാരിച്ചു. കരുമത്ര അങ്കണവാടിയിലെ പ്രവേശനോത്സവവും കളക്ടർ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ദിവസം സ്കൂളുകളുടെ പ്രവേശനോത്സവം നടക്കുകയുണ്ടായി. 30-ാം തീയതി ആയിരുന്നു. മഴ കാരണം നമുക്ക് ഈ 3-ാം തീയതിയിലോട്ട് മാറ്റിവെക്കേണ്ടതുണ്ടായി. എന്തായാലും കുട്ടികൾക്കും പാരൻസിനും എല്ലാവർക്കും ഒരു സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഈ ദിവസം തന്നെ ഇവിടെ എത്താൻ സാധിച്ച വളരെ സന്തോഷമാണ്. കാരണം എന്താ, എല്ലാ വർഷവും പ്രവേശനോത്സവം, അംഗൻവാടികളുടെ പ്രവേശനോത്സവം നടക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മയുടെ അംഗൻവാടിയിലോട്ട് വിളിക്കാറുണ്ട്. എൻ്റെ അമ്മ അംഗൻവാടി ടീച്ചറാണ്. പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ വർഷം പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാനും സാധിച്ചു, ഈ അംഗൻവാടിയിൽ വരാനും സാധിച്ചു. കൂടാതെ നമ്മുടെ കുട്ടികളെ കുറച്ചുപേരെ പരിചയമുണ്ട് ഓൾറെഡി. നവംബർ 14-ന് ചിൽഡ്രൻസ് ഡേക്ക് നമ്മൾ മിടുക്കരായിട്ടുള്ള കുട്ടികൾ അവിടെ കളക്ടറേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. കളക്ടറേറ്റിൽ വന്നിട്ട് കുറേ സമയം ഉണ്ടായിരുന്നു. കുറേ സമയം അവിടെ എല്ലാം കറങ്ങിയിട്ട് പതുക്കെയാണ് പോയത്. എന്തായാലും നമുക്ക് എന്തൊരു കാര്യമായാലും ഈ ഒരു അംഗൻവാടിയിൽ നല്ലൊരു സപ്പോർട്ടാണ് കിട്ടുന്നത്. അംഗൻവാടി മൊത്തത്തിൽ ICDS ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ടാണ് എല്ലാ സ്കീംസിനും. എന്ത് ഇനീഷ്യേറ്റീവ് എടുത്താലും നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെയാണ് ഭാവ ആയിരിക്കാന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതൊരു പൈലറ്റ് പ്രോജക്റ്റ് പോലെ എങ്ങനെ ഉണ്ടാവും നോക്കിയിട്ടാണ് നമുക്കൊന്ന് പ്ലാൻ ചെയ്തത്. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പം സ്കൂൾ അംഗൻവാടിയിൽ തന്നെ ചെറിയ കുട്ടികൾ വരുന്നുണ്ട്, കൗമാരക്കാരായ കുട്ടികൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പേര് വരുന്നതും ഒരുപാട് പോഷകാഹാരങ്ങൾ അതുപോലത്തെ സേവനങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമാണ് അംഗൻവാടി.
അപ്പോൾ അവിടെ തന്നെ കുറച്ച് ലൈബ്രറി സെറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ വന്നതും പൈലറ്റായിട്ട് ഒരു 30 അംഗൻവാടികൾ ജില്ലയിൽ തിരഞ്ഞെടുക്കുകയും 25 അംഗൻവാടികൾ തിരഞ്ഞെടുക്കുകയും അതിലൊരു അംഗൻവാടിയായിട്ട് ഈ ഒരു അംഗൻവാടിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. തുടക്കത്തിൽ തന്നെ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് ഉടനെ സ്റ്റാർട്ട് ചെയ്യാനും സാധിച്ചു കൊടുത്തത് അത് ഇവിടുത്തെ വെൽഫെയർ കമ്മിറ്റിയും അംഗൻവാടി ടീച്ചറിൻ്റെയും നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ടാണ്. എന്തായാലും ആ ഒരു പ്രോഗ്രാം ഇവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് കളക്ടറേറ്റിൽ ചേംബറിൽ വെച്ചിട്ട് ബുക്സ് കൈമാറിയെങ്കിലും അംഗൻവാടിയിൽ വന്നിട്ട് ജോയിൻ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. എന്തായാലും എല്ലാവരുടെ സഹകരണത്തിനും നന്ദി. എന്തായാലും ഇവിടെ എത്തിയത് വളരെ സന്തോഷം. നിങ്ങളുടെ കൂടെ സന്തോഷത്തെ പങ്കുചേരാൻ സാധിച്ചത് വളരെ സന്തോഷം. താങ്ക് യു. തെക്കുംകര പഞ്ചായത്ത് തല അങ്കണവാടി പ്രവേശനോത്സവം ഉത്സവ അന്തരീക്ഷത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 95 നമ്പർ അങ്കണവാടിയിൽ വാർഡ് മെമ്പർ സി സുരേഷ് അധ്യക്ഷനായി. ബലൂണുകളും മധുര പലഹാരങ്ങളും നൽകി കുരുന്നുകളെ വരവേറ്റു. മാലിന്യമുക്ത നവകേരളത്തിനായി പ്രതിജ്ഞയെടുത്തു. CDPO ബേബി കേളത്ത്, ICDS സൂപ്പർവൈസർ MK ശോഭന, വായനശാല പ്രസിഡന്റ് KN രാജൻ, PA രജനി, സുജിന എന്നിവർ സംസാരിച്ചു. മറ്റുള്ള ചെറിയ അപകടാവസ്ഥയിൽ ചെന്ന് പെടാതെ സംരക്ഷിക്കുന്നവരാണ് അംഗൻവാടിയിലെ ടീച്ചറായാലും ഹെൽപ്പറായാലും. അപ്പം അതുകൊണ്ട് തന്നെ ആ നാട് ആ ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ്. പൊതുവിൽ അധ്യാപകരോട് നമുക്ക് നാട്ടിലുള്ള ആളുകൾക്ക് വലിയ ബഹുമാനമുള്ള ആളുകളാണ്. ആ രീതിയിൽ തന്നെയാണ് ഇവരെയും നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ തെക്കുംകര പഞ്ചായത്ത് കോർപ്പറേഷൻ തല പ്രവേശനോത്സവവും SDC പ്രവേശനോത്സവവും ആഘോഷിച്ചു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ വർണ്ണശബളമായിട്ടായിരുന്നു ആഘോഷം. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷയായി. KB ബ്രിജി SDPC പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ഡിവിഷൻ കൌൺസിലർ റെജി ജോയ് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങി തൃശൂർ ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറിയ വില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ VV ഗായത്രി, വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അപർണ അജിത് എന്നിവരെ ആദരിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ KR സ്മിത, VHSS പ്രിൻസിപ്പാൾ MK അനിത, പ്രധാനാധ്യാപിക KP ബിന്ദു, LP വിഭാഗം പ്രധാനാധ്യാപിക ഷാൻഡി ജോസ്, പ്രീ പ്രൈമറി വിഭാഗം രേഷ്മ രാമചന്ദ്രൻ, TV ജോസ് മെമ്മോറിയൽ NTC ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി D വർഗീസ് ജോസ്, PKS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ, ഡോക്ടർ രശ്മി എലിസബത്ത് ജോർജ്, BPCE URC ജെയ്സൺ CP, PTA പ്രസിഡന്റ് രേഷ്മ മനീഷ് കുമാർ, PTA വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ പഞ്ചായത്ത് തല അങ്കണവാടി പ്രവേശനോത്സവം പൊന്നൂക്കര മതിക്കുന്ന് അങ്കണവാടിയിൽ സംഘടിപ്പിച്ചു. പുത്തൂർ പഞ്ചായത്ത് 13-ാം വാർഡിലെ 104 നമ്പർ പൊന്നൂക്കര മതിക്കുന്ന് അങ്കണവാടിയിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത് അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു പരിപാടിയിൽ മുഖ്യാതിഥിയായി. ICDS സൂപ്പർവൈസർ ദീപ, ALMC മെമ്പർ ലേഖ, MN രാജേഷ്, ആൻജു കൂനൻ, അങ്കണവാടി വർക്കർ ബബിത എന്നിവർ സംസാരിച്ചു. പുതുതായി എത്തിയ കുട്ടികൾക്ക് കുട, ബാഗ് എന്നിവയും തുടർ പഠനത്തിന് പോകുന്നവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. മാലിന്യമുക്ത നവകേരളത്തിന്റെ പ്രതിജ്ഞയെടുക്കലും ഉണ്ടായിരുന്നു. സ്കൂളുകളൊക്കെ നല്ല രീതിയിൽ പ്രവേശനോത്സവം കൊണ്ടാടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ 3-ാം തീയതിയിലേക്ക് വന്നപ്പോൾ അംഗൻവാടികൾക്ക് ഇത്തിരി കൂടി സമയം കിട്ടി. അപ്പോൾ പഞ്ചായത്ത് പ്രവേശനോത്സവത്തിന് നമ്മുടെ ഈ അംഗൻവാടി തെരഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ വർക്കർമാരായാലും അതുപോലെ തന്നെ ഇവിടുത്തെ വർക്കറും അതുപോലെ തന്നെ ഇവിടുത്തെ ALMC അംഗങ്ങളും ഈ ചുറ്റുപാടുമുള്ള നാട്ടുകാരും വളരെയധികം സന്തോഷത്തിൽ തന്നെ ഇന്നലെ രാത്രി 7:30-7:45 വരെ ഇവിടുത്തെ മിനുക്കുപണികളിലൊക്കെ സജീവമായിട്ട് നിന്നിട്ടുണ്ട്. നമ്മുടെ അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാർഡിൽ തന്നെ ഒരു അംഗൻവാടി ഉള്ളതാണ്. മറ്റു വാർഡുകളിലൊക്കെ 2-3 അംഗൻവാടികളാണ്. പക്ഷെ നമ്മുടെ അംഗൻവാടി ഒരെണ്ണമാണ് നമ്മുടെ വാർഡിനകത്തുള്ളത്. എന്നിരുന്നാലും നമ്മുടെ 11-ാം വാർഡിലെ
തൊട്ടപ്പുറത്തെ അംഗൻവാടിയിലേക്ക് നമ്മുടെ വാർഡിൽ ഒട്ടുമിക്ക കുട്ടികളും പോകുന്നുണ്ട്. അതുപോലെ തന്നെ 15ാം വാർഡിലുള്ള ഒരു അംഗൻവാടിയിലേക്ക്. പക്ഷേ പരിധിയിലേക്ക് ആ ഒരു അംഗൻവാടിയുടെ പരിധിക്ക് അനുസരിച്ചാണ് കുട്ടികളെ നമ്മളിവിടേക്ക് കൊണ്ടുവരുന്നത്. അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ അംഗൻവാടിയിൽ 7 അല്ലെങ്കിൽ 6 മാക്സിമം കുറവ് എന്ന് പറയുന്നത് 5ഓ 6ഓ കുട്ടികളെങ്കിലും നമ്മുടെ അംഗൻവാടിയിലുണ്ട്. എപ്പോഴും നമുക്ക് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അംഗൻവാടി ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതിയിൽ വരുമ്പോൾ കുറേ ശോധനീയാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. മുല്ലക്കരയിൽ മുല്ലപ്പൂ വസന്തം വിരിയിക്കാൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MU മുത്തുവിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുന്നു. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് മുല്ലപ്പൂ വസന്തം ആരംഭം കുറിക്കുന്നു. മുല്ലക്കര തോട്ടപ്പടി സെന്ററിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ എത്തുന്ന എല്ലാവർക്കും പരിസരത്തെ എല്ലാ റെസിഡൻസ് അസോസിയേഷനുകൾക്കും മുല്ലത്തൈകൾ സൗജന്യമായി നൽകി ഇവിടെ മുല്ലപ്പൂ വസന്തം വിരിയിക്കുമെന്ന് MU മുത്തു. വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം നിറയെ മുല്ലച്ചെടികൾ തിങ്ങി നിറഞ്ഞ് വളർന്നിരുന്നു. മുല്ലച്ചെടികൾ ഇല്ലാത്ത ഒരു വീടും ഈ പരിസരങ്ങളിൽ ഇല്ലായിരുന്നു. ഇവിടെങ്ങും മുല്ലപ്പൂമണം നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. അങ്ങനെയാണത്രേ ഈ പ്രദേശത്തിന് മുല്ലക്കര എന്ന പേരുണ്ടായത് എന്ന് പഴമക്കാർ പറയുന്നു. ആ പൈതൃകം തിരിച്ചു പിടിക്കാനുള്ള ഗംഭീരത യജ്ഞത്തിന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ആത്മാർത്ഥമായ സഹകരണം തേടുകയാണ് MU മുത്തു. ദേശീയപാത നിർമ്മാണത്തിനായി ഈ പ്രദേശത്തെ ആകെ മരതകക്കാന്തിയിൽ മുക്കിയിരുന്ന മലരണിക്കാടുകളും തൊടികളിൽ പച്ച പുതപ്പിച്ചിരുന്ന മരങ്ങളും വൻതോതിൽ മുറിച്ചു നീക്കി. പകരം ഒറ്റ മരം പോലും മണ്ണുത്തി മുതൽ വടക്കുംചേരി വരെ നട്ടുപിടിപ്പിക്കാൻ ദേശീയപാത അധികൃതർ തയ്യാറാകുന്നില്ല. മരം നട്ടുപിടിപ്പിച്ചാൽ അത് വേനൽക്കാലത്ത് നനയ്ക്കണം, സംരക്ഷിക്കണം. ആ പണച്ചിലവ് ഒഴിവാക്കാൻ പാതയോരം കോൺക്രീറ്റ് ചെയ്ത് ഇരുമ്പ് ഗർഡറുകൾ സ്ഥാപിച്ച് NHAI ജനങ്ങളെ വഞ്ചിച്ചു. പരിസ്ഥിതി പ്രേമം നടിക്കുന്ന ആരും ഇതൊന്നും അറിഞ്ഞുമട്ടില്ല. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ 4-ന് വൈകിട്ട് 5:30-ന് മുല്ലക്കര തോട്ടപ്പടി സെന്ററിൽ വെച്ച് സൗജന്യമായി മുല്ലത്തൈകൾ വിതരണം ചെയ്യുന്നു. മുല്ലക്കര പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളും വന്ന് തൈകൾ വാങ്ങി വീട്ടിൽ മുല്ല നട്ട് മുല്ലപ്പൂ വസന്തം തീർക്കണമെന്ന് MU മുത്തു അപേക്ഷിച്ചു. മുല്ലക്കര എന്ന പേര് വരാൻ കാരണം പഴമക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയതിൽ അവർ പറഞ്ഞത് ഈ പ്രദേശത്ത് മുഴുവൻ മുല്ലയും പിച്ചക ചെടികളുമായിരുന്നു എന്നാണ്. എന്നാൽ ഇന്ന് ആ മുല്ലച്ചെടികളിലെല്ലാം എണ്ണം കുറഞ്ഞ് വളരെ 10-1 പോലും ഇല്ലാത്ത സ്ഥിതിയിലാണ് ഇന്ന് മുല്ലക്കര. അപ്പോൾ ഈ പ്രദേശത്തെ റെസിഡൻറ്റ് അസോസിയേഷനുകൾ, അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ, ക്ലബ്ബുകൾ, മറ്റു സന്നദ്ധ സംഘടനകൾ എന്നിവർക്ക് കൊടുക്കുന്നതിനായി മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ല തൈകൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ജൂൺ 4-ന് വൈകിട്ട് തോട്ടപ്പടി സെൻറ്ററിൽ വെച്ച് ഇത് സൗജന്യമായി വിതരണം ചെയ്യും. 5-ാം തീയതി രാവിലെ മുല്ലക്കരയുടെ മുഴുവൻ ഭാഗങ്ങളിലും, മുല്ലക്കരയിലെ മുഴുവൻ പ്രധാന സെൻറ്ററുകളിലും ഈ ചെടികൾ നടുന്ന ഒരു ഉദ്യമത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടക്കം കുറിക്കുകയാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു പ്രതിഷേധം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. മണ്ണുത്തി വാണിയമ്പാറ ആറുവരിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ ആയിരക്കണക്കിന് മരങ്ങളാണ് മുറിച്ചു മാറ്റിയിട്ടുള്ളത്. എന്നാൽ ഇവിടുത്തെ റോഡിൻ്റെ ഡിവൈഡറുകളിൽ ഇരുമ്പ് തകിട് വെച്ചാണ് മറച്ചിരിക്കുന്നത്. അത് മാറ്റി റോഡിൻ്റെ നടുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ആഗോള താപനത്തിന് ഒരു മറുപടിയായി NHAI അധികൃതർ മുന്നോട്ട് വരണം എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിലുള്ള പ്രതിഷേധം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇവിടെ രേഖപ്പെടുത്തും. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487 237 2374.
മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത മേജർ രാഹുലിന് കോൺഗ്രസിന്റെ ആദരം. പുത്തൂർ പോലുവളപ്പിൽ രവീന്ദ്രനാഥൻ ഷീജ ദമ്പതികളുടെ മകൻ മേജർ രാഹുൽ രവീന്ദ്രനെ DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് വീട്ടിലെത്തി ആദരിച്ചു. കഴിഞ്ഞ 8 വർഷമായി ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു രാഹുൽ. 120 ജവാന്മാരടങ്ങുന്ന ഒരു ബാറ്ററി മേജറായി ഈ യുദ്ധത്തിൽ പ്രവർത്തിച്ചു. പാക് അതിർത്തിയിൽ 8 കിലോമീറ്ററിനുള്ളിൽ ജമ്മുവിലെ ആർട്ടിലറി റെജിമെന്റിലാണ് സേവനം ചെയ്തിരുന്നത്. യുദ്ധമുഖത്തെ അനുഭവങ്ങൾ രാഹുൽ പങ്കുവച്ചു. ഇനി മടങ്ങി ലേ ലഡാക്കിലേക്ക് നിയമനം ലഭിച്ചിരിക്കുന്നു. ഭാര്യ മേജർ പല്ലവി ഡോക്ടറാണ്. ഇപ്പോൾ പൂനെയിൽ ആംഡ് ഫോഴ്സിൽ അനസ്തേഷ്യയിൽ MD ചെയ്യുന്നു. കുടുംബ സുഹൃത്തും വാർഡ് മെമ്പറുമായ ബിന്ദു സേതുമാധവനാണ് ഇന്നലെ രാഹുൽ എത്തിയ വിവരം അറിയിച്ചത്. മാതാപിതാക്കളെ കാണാൻ ആരെയും അറിയിക്കാതെയാണ് എത്തിയത്. ഇനി 7-ന് തിരിച്ചുപോകും. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി ചിറയത്ത്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, വാർഡ് മെമ്പർ ബിന്ദു സേതുമാധവൻ, ചന്ദ്രാനന്ദൻ, മുൻ മെമ്പർ ചന്ദ്രൻ തെങ്ങുംപിള്ളി, രാംദാസ്, മാതാപിതാക്കൾ, സഹോദരി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ സന്നിഹിതരായിരുന്നു. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. ജൂൺ 10 ചൊവ്വാഴ്ച തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ പ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് റവറൻഡ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി പിതാവ് കൊടികയറ്റി. ഇടവക വികാരി ഫാദർ ആന്റണി ചിറ്റ്ലട്ടശ്ശേരി, സഹവികാരിമാരായ ഫാദർ മിഥിൻ ടൈറ്റസ് പുളിക്കത്തറ, ഫാദർ അനീഷ് ജോസഫ് പുത്തൻപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ജനറൽ കൺവീനർ ഷാരോൺ RS, ജോയിന്റ് കൺവീനർമാരായ ഡീന ജോൺസൺ, ജോസ് തുണ്ടത്തിൽ, ജോൺ ലി മാത്യു, സ്വീകരണ കമ്മിറ്റി അംഗങ്ങളായ ഡാഫി ആന്റണി, ഗീനസ് ജോൺസൺ, ബെൻസി മാർട്ടിൻ, കൈക്കാരന്മാരായ മൈക്കിൾ നൊറോണ, റോമി തോമസ്, കേന്ദ്രസമിതി പ്രസിഡന്റ് ബെന്നി ചക്കാലക്കൽ, പാരിഷ് കൌൺസിൽ സെക്രട്ടറി ബ്രിസ്റ്റോ തൈപ്പാടത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ജൂൺ 8-ന് തിരുഹൃദയ തിരുനാൾ, ജൂൺ 9-ന് പ്രസുദേന്തി തിരുനാൾ, ജൂൺ 10-ന് രാവിലെ മുതൽ രാത്രി വരെ പ്രസിദ്ധമായ ഊട്ടുതിരുനാളും ആഘോഷിക്കും. LBS സെന്ററിന്റെ കീഴിൽ തൃശൂർ മേഖലാ കേന്ദ്രത്തിൽ സ്കിൽ അപെക്സ് അക്കാദമിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് 6 മാസം, ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് വെയർഹൌസ് മാനേജ്മെന്റ് 1 വർഷം കോഴ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. SSLC +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കേന്ദ്ര സർക്കാർ യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടെയുള്ള കോഴ്സിൽ പ്ലേസ്മെന്റ് സർട്ടിഫിക്കറ്റും UK സർട്ടിഫിക്കറ്റും ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8138041093. കോർപ്പറേഷൻ 16-ാം ഡിവിഷനിലെ 46-ാം നമ്പർ അങ്കണവാടി പ്രവേശനോത്സവം മുൻ കൌൺസിലർ MR റോസ്ലി ഉദ്ഘാടനം ചെയ്തു. PV സുന്ദരൻ അധ്യക്ഷനായി. നിക്സൺ, മുൻ അധ്യാപിക ബീന എന്നിവർ സംസാരിച്ചു. അങ്കണവാടി അധ്യാപിക സോഫി സ്വാഗതവും ഹെൽപ്പർ നിഷ നന്ദിയും അറിയിച്ചു. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് മണ്ണുത്തി മാർക്കറ്റിൽ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിന് പൊതുയോഗത്തോടെ തുടക്കം കുറിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കാർഷിക സർവകലാശാലയുടെ മോഡൽ ഓർഗാനിക് ഫാമിലെ 1/2 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പ്ലാവുകളും മാവുകളും വെട്ടിക്കളഞ്ഞ് ആടുകൾക്ക് പുല്ല് നട്ട് പിടിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി സംഘാടകർ പറയുന്നു. ഈ മരങ്ങൾ മുറിച്ചു കളഞ്ഞ് ലോക പരിസ്ഥിതി ദിനത്തിൽ പുതിയ തൈകൾ വച്ചുപിടിപ്പിക്കുന്ന ഒരു ആഘോഷം
സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാണെന്ന് വാർത്താസമ്മേളനത്തിൽ അനിൽ ജോസ്, CD സുനീഷ്, ഡോക്ടർ ഷാനു, അഞ്ജന ശ്രീധർ എന്നിവർ അറിയിച്ചു. മുഴുവൻ കൃഷി സ്നേഹിതരെയും, പ്ലാവുള്ളവരെയും, ചക്ക വിൽക്കുന്നവരെയും, ചക്കയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരെയും അവ വിൽക്കുന്നവരെയും ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്നവരെയും ARS സന്ദർശിച്ച് ജൈവ വൈവിധ്യങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ ചക്കക്കൂട്ടം എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് തല അങ്കണവാടി പ്രവേശനോത്സവം പുത്തൂർ പഞ്ചായത്തിലെ ഹരിതനഗർ അങ്കണവാടിയിൽ സംഘടിപ്പിച്ചു. പുത്തൂർ പഞ്ചായത്ത് വാർഡ് 14-ലെ സെന്റർ നമ്പർ 109 ഹരിതനഗർ അങ്കണവാടിയിൽ സംഘടിപ്പിച്ച പരിപാടി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു അധ്യക്ഷനായി. പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, ICDS സൂപ്പർവൈസർ പ്രീരു പ്രസാദ്, ALMC കമ്മിറ്റി അംഗം ജോസ്, അംഗൻവാടി വർക്കർ മീര PR എന്നിവർ സംസാരിച്ചു. പുതിയതായി അങ്കണവാടിയിലെത്തിയ കുട്ടികളെ ഉപഹാരം നൽകി സ്വീകരിച്ചു. തുടർ പഠനത്തിന് പോകുന്നവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. തീർച്ചയായും ഉത്സവ പ്രതീതിയോടുകൂടി തന്നെയാണ് 25-26 അധ്യയന വർഷത്തിലെ അംഗനവാടി പ്രവേശനോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. അംഗനവാടികളുടെ ഒരു പ്രത്യേകത, അത് കേവലം കൊച്ചുകുട്ടികൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് അവരുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് നിബദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അംഗനവാടികൾ. അംഗനവാടി എന്ന വാക്കിന്റെ അർത്ഥം കുട്ടികളുടെ പൂന്തോട്ടം, മുറ്റത്തെ പൂന്തോട്ടം, കുട്ടികളുടെ എല്ലാം മുറ്റത്തെ പൂന്തോട്ടം. ആ മുറ്റത്തെ പൂന്തോട്ടത്തിലെ പൂവ് ഇറുക്കുന്നതിന് വേണ്ടി കൗമാരക്കാരായ കുട്ടികൾ വരുന്നുണ്ട്, പെൺകുട്ടികൾ വരുന്നുണ്ട്, മുലയൂട്ടുന്ന അമ്മമാര് വരുന്നുണ്ട്, പ്രായമായ ആളുകൾ പിന്നെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ ഉദ്ഘാടന അല്ലെങ്കിൽ പ്രവേശന ഉത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള ഓരോരുത്തരെയും പരിശോധിക്കുന്നത്. പൂച്ചട്ടി അയ്യപ്പത്ത് കൊച്ചുകുട്ടൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ തുടർച്ചയായി 4ാം വർഷവും 100% വിജയം കരസ്ഥമാക്കാൻ മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രാപ്തരാക്കാൻ ആത്മാർത്ഥമായി കഠിന പ്രയത്നം നടത്തിയ അധ്യാപകരെയും സ്കൂൾ ജീവനക്കാരെയുമാണ് ആദരിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടത്തിയ പരിപാടിയിൽ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, DCC ജനറൽ സെക്രട്ടറി ML ബേബി, പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത് അനുമോദിച്ചു. ES അനിരുദ്ധൻ, ജെയ്സൺ പുളിയിളക്കൽ, VA കൃഷ്ണൻ, സന്തോഷ് മാങ്കുഴി, രാജൻ പുത്തൻപുരയ്ക്കൽ, രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഈ സൈക്കിൾ കൊടുക്കുന്നത് തൊട്ട് കുട്ടികളുടെ എല്ലാ ചെലവുകളും ടീച്ചർമാർ ശമ്പളത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. പല സ്കൂളുകളിലും വണ്ടികൾ പോലും ടീച്ചർമാരെ ശമ്പളത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. മെയിൻ്റെനൻസ് പോലും ടീച്ചർമാരാണ്, സർക്കാരിൻ്റെ ഒരു ഗ്രാൻഡ് പോലും കിട്ടുന്നില്ല. അത് ഈ ഇത്രയും പ്രാരാബ്ദത്തിനിടയ്ക്ക് ഈ 34 കുട്ടികളെ, അതും വളരെ അധികം ഭൗതിക സാഹചര്യത്തിൽ വളരെ മോശമായ രീതിയിൽ വരുന്ന കുട്ടികളെ ഇരുത്തി, സ്വന്തം മക്കളെ പോലെ അരിയത്തിരുത്തി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ സമയമെടുത്തുകൊണ്ട് ടീച്ചർമാരുടെ സമയം പോലും, കുടുംബത്തിൽ ചെലവഴിക്കുന്ന സമയം പോലും, അവനവൻ്റെ മക്കളെ നോക്കുന്ന സമയം പോലും ഉപേക്ഷിച്ച് അത് ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്ത് ഇവിടെ സമ്പൂർണ്ണ വിജയം നേടിയ HM അടക്കമുള്ള ടീച്ചർമാർ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ML ബേബിയും വിജയകുമാർ, അനിരുദ്ധനും, ജെയ്സനും എല്ലാവരും ഇവിടെ നിൽക്കുന്ന റോണി അടക്കം എല്ലാവരും നിങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുള്ളതാണ്. എന്ത് ആവശ്യത്തിനെങ്കിലും നിങ്ങളോട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അത് ഈ സ്കൂളിനോട്, ഈ ടീച്ചർമാരുടെയും സേവനത്തോടുള്ള നന്ദിയാണ്, ആ സേവനത്തിനോടുള്ള ബഹുമാനമാണ് അവർ നിങ്ങൾക്ക് നൽകുന്നത്. എന്തായാലും ഒരു പ്രാവശ്യം കൂടി ഈ ടീച്ചർമാരെ ഞാൻ വീണ്ടും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കാം. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു.
തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. മേയറുടെ കള്ളക്കളിപ്പുറത്ത് അയ്യന്തോളിലെ കോർപ്പറേഷൻ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടും മേയർ മറച്ചുവെച്ചുവെന്ന് ജോൺ ഡാനിയേൽ. നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതും ആളുകൾ വന്നു പോകുന്നതുമായ കോർപ്പറേഷന്റെ കീഴിലുള്ള അയ്യന്തോളിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് അപകടാവസ്ഥയിലാണെന്നും പൊളിച്ചു നീക്കണമെന്നുള്ള റിപ്പോർട്ട് മേയർ പൂഴ്ത്തിവെച്ചതായി കൌൺസിലർ ജോൺ ഡാനിയേൽ പറഞ്ഞു. കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും കോർപ്പറേഷൻ നടപടിയെടുക്കാതെ പൂഴ്ത്തിവെച്ചതായാണ് രേഖകൾ തെളിയിക്കുന്നത്. കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് കാണിച്ച് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഡിവിഷൻ നൽകിയ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റാണ് മേയറും CPM നേതാക്കളും കൂടി പൂഴ്ത്തിവെച്ചത്. കോർപ്പറേഷന്റെ തന്നെ അപേക്ഷ പരിഗണിച്ചാണ് എഞ്ചിനീയറിംഗ് കോളേജ് സ്ട്രക്ചറൽ ഡിവിഷൻ കെട്ടിടം പരിശോധിച്ച് അപകടാവസ്ഥ കാണിച്ച് റിപ്പോർട്ട് നൽകിയത്. നിരവധി ആളുകൾ വന്നു പോകുന്ന കെട്ടിടമാണ്. അപകടമാണെന്ന് അറിഞ്ഞിട്ടും മേയറും CPM നേതാക്കളും ചേർന്ന് മറച്ചുവെച്ചു. ഭരണത്തിലിരിക്കുന്ന CPM നേതാക്കളുടെ ഒത്താശയോടെയാണ് മേയർ ജനങ്ങളുടെ ജീവൻ പണയം വെച്ച് അപകടകരമായ നിലപാട് സ്വീകരിച്ചത്. ഡിവിഷൻ കൌൺസിലർ കൂടിയായ മേഫി ഡെൻസൺ നിരവധി തവണ കൌൺസിലിൽ ഉന്നയിക്കുകയും രേഖാമൂലം പരാതി നൽകുകയും ചെയ്തെങ്കിലും മേയർ അവഗണിച്ചു. നഗരത്തിലെ പഴക്കം ചെന്ന മേനാച്ചേരി കെട്ടിടം പൊളിച്ചു നീക്കിയ CPM ഭരണക്കാർ അയ്യന്തോളിലെ അപകടകരമായ കെട്ടിടത്തിന്റെ അവസ്ഥ കണ്ടില്ലെന്ന് നടിച്ചു. നഗരത്തിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചെടുക്കുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം മേയർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗീർവാണം മാത്രമായിരുന്നെന്ന് തെളിഞ്ഞുവെന്ന് ജോൺ ഡാനിയേൽ. ജനങ്ങളുടെ ജീവൻ വെച്ച് അത്യന്തം അപകടകരമായ നിലപാട് സ്വീകരിച്ച മേയർ രാജിവെച്ചു പോകണമെന്ന് ജോൺ ഡാനിയേൽ ആവശ്യപ്പെട്ടു. നഗരത്തിലെ കോർപ്പറേഷന്റെ തന്നെ കെട്ടിടത്തിലെ മേൽക്കൂര തകർന്ന് റോഡിലേക്ക് വീണപ്പോഴുണ്ടായ ജനരോഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് മേയർ സ്വരാജ് ഗ്രൗണ്ടിലെ തകർന്നു വീണ കെട്ടിടം രാത്രിയുടെ മറവിൽ പോയി ധൃതി പിടിച്ച് വീണ്ടും പൊളിച്ചതെന്ന് ജോൺ ഡാനിയേൽ പറഞ്ഞു. അയ്യന്തോള് ഗ്രൗണ്ടില് മുൻകാലങ്ങളില് കുടുംബ കോടതി സ്ഥിതി ചെയ്തിരുന്ന ബിൽഡിംഗ് ഏതു നിമിഷം നിലംപൊത്തി വീഴാവുന്ന സാഹചര്യത്തിലാണ് നിൽക്കണ. 100 കണക്കിന് വാഹനങ്ങൾ ബ്ലോക്കായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടിവണ്ടി സ്റ്റാൻഡിലേക്ക് വാടക വിളിക്കാൻ വന്ന ഒരു വ്യക്തിയുടെ കയ്യുമ്മിളിക്ക് ബിൽഡിങ്ങിന്റെ ഒരു പിസർ പൊട്ടി വീണ് നിസാര പരിക്കേറ്റു. അത്രയും പെട്ടെന്ന് തന്നെ ഈ ബിൽഡിങ്ങിനെ പൊളിച്ചു നീക്കണമെന്നാണ് ഡ്രൈവർമാരെയും പരിസരവാസികളുടെയും താല്പര്യം. സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിൽ തൃശൂർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്ക് +2 തത്തുല്യം ജയിച്ചവർക്ക് അപേക്ഷിക്കാം. SC, ST, OIC വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് സൗജന്യമാണ്. www.fcikerala.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായോ നേരിട്ടോ അപേക്ഷിക്കാം. ഫോമിന് 100 രൂപയാണ്. SC, ST വിഭാഗക്കാർക്ക് 50 രൂപ. ജൂൺ 5 വൈകിട്ട് 5 വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9447610223 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി അധ്യയന വർഷത്തിൽ നടപ്പിലാക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1 വർഷത്തെ കാലാവധിയിൽ നടപ്പിലാക്കുന്ന കരുതലായി കാവലായി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട മാടായിക്കോണം PK ചാത്തൻ മാസ്റ്റർ സ്മാരക UP സ്കൂളിൽ വെച്ച് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. യോദ്ധാവ്, ചിരി, ചൈൽഡ് ഹെൽപ്പ് ലൈൻ, എമർജൻസി ഹെൽപ്പ് ലൈൻ, സൈബർ ഹെൽപ്പ് ലൈൻ എന്നിവയുടെ നമ്പറുകളും ലഹരി വിരുദ്ധ സന്ദേശങ്ങളും അടങ്ങിയ നെയിം സ്ലിപ്പുകളും മിഠായികളും വിതരണം ചെയ്തു. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ 552 സ്കൂളുകളിൽ ഇത്തരത്തിൽ 2 ലക്ഷം നെയിം സ്ലിപ്പുകളും മിഠായികളും വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ്. അവരുടെ കഴിവുകളും ഊർജവുമാണ് നാളത്തെ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നത്. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. സമൂഹത്തിൽ മയക്കുമരുന്നും രാസലഹരികളും വലിയ ദുരന്തമാണ് വിതയ്ക്കുന്നത്. ലഹരി വസ്തുക്കൾ ഒരു തവണ ഉപയോഗിച്ചാൽ പോലും അടിമപ്പെട്ടു പോകും. മയക്കുമരുന്ന് ലഹരിയുടെ വഴിയെ പോയാൽ കുട്ടികളുടെ ഭാവിയും ജീവിതവും ഇരുളടയും. വിദ്യാലയങ്ങളെയും കലാലയങ്ങളെയും മയക്കുമരുന്ന് ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചെടുക്കാനാണ് കരുതലായി കാവലായി പദ്ധതി നടപ്പിലാക്കുന്നത്. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ റിമാൻഡിലായി. അന്തിക്കാട് സ്വദേശി പ്രണവിന്റെ പരാതിയിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ FIR ഉണ്ടായിരുന്നു. ഈ കേസിലാണ് അനന്തു എന്നയാളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്.
നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ സരിൻ AS, സബ് ഇൻസ്പെക്ടർ സുബിൻ CPOമാരായ ധനേഷ്, സജു എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശുചിത്വ ബോധവൽക്കരണ പരിശീലനത്തിന്റെ പോസ്റ്റർ പ്രകാശനം. പുത്തൂർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി K. രാജൻ പ്രകാശനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് മങ്കര അങ്കണവാടി പ്രവേശനോത്സവത്തിന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS എത്തി. പുത്തൂർ പഞ്ചായത്ത് തല അങ്കണവാടി പ്രവേശനോത്സവം പൊന്നൂക്കര മതിക്കുന്ന് അങ്കണവാടിയിൽ പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൂച്ചട്ടി അയ്യപ്പത്ത് കൊച്ചുകുട്ടൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരെ കോൺഗ്രസ് പ്രവർത്തകർ ആദരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.